ഹൃദയാഘാതവും ആൻജിയോപ്ലാസ്റ്റി ചികിത്സയും ഇതിനെക്കുറിച്ചൊക്കെ കുറേ ധാരണാപേശകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ വി നമുക്കൊപ്പം ചേരുന്നത്. ഓവർ ടു ഡോക്ടർ ആനന്ദ് കുമാർ. Family Doctor, supported by VPS Lakeshore. ഹാർട്ടിന് 3 രക്തക്കുഴലുകളുണ്ട്. അതിലേതെങ്കിലും ഒരു രക്തക്കുഴൽ 100% അടയുന്ന അവസ്ഥയ്ക്കാണ് ST എലിവേഷൻ MI, അതായത് മേജർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്, STEMI എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ആൻജിയോപ്ലാസ്റ്റി ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിൽ പോയി ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് മാറ്റുക. കാരണം 100% അടഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസിലിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മുതൽ 24 മണിക്കൂറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രൊസീജിയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ 1 മിനിറ്റ് മുമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും സെൽസിനെ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാം. ഒത്തിരി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ്ങായി അദ്ദേഹം ഒരു ലോ ഇജക്ഷൻ ഫ്രാക്ഷൻ, ലോ പമ്പിങ്ങിൽ ഒത്തിരി പരിമിതികളോടുകൂടി ജീവിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഹാർട്ട് അറ്റാക്ക് ആണ്, മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, അതായത് അപ്പോൾ തന്നെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് അപ്പോൾ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അപ്പോൾ അതിന് പേഷ്യൻ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇതെവിടെയാണ് നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 24/7 ഒരു ടീം ആയിട്ട് ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സെൻറ്ററുകൾ സമീപത്തുള്ള ഏതാണെന്ന് എല്ലാ രോഗികളും എല്ലാ ജനങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊരു കോമൺ സിറ്റുവേഷനാണ്. രണ്ടാമത്തെ ഇതാണ് നോൺ ST എലിവേഷൻ MI, അതായത് നമ്മളൊരു മേജർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, മേജർ അറ്റാക്കിലേക്ക് പോകാവുന്ന ഒരു കണ്ടീഷൻ, അതായത് 100% അടഞ്ഞിട്ടില്ല, ഒരു 90% അല്ലെ 100%-ൽ താഴെയുള്ള അളവുകൾ. അതും ECGയിൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും, ഇക്കോ ടെസ്റ്റിൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും. അതിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പേഷ്യൻറ്റിനെ ICUയിൽ കിടത്തി മെഡിസിൻ കൊടുത്ത് പേഷ്യൻറ്റിനെ ഒന്ന് സ്റ്റേബിളാക്കി പേഷ്യൻറ്റിൻ്റെ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പേഷ്യൻറ്റിനെ ഒന്ന് ഫിറ്റാക്കിയതിന് ശേഷം ഒരു ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയോ സർജറിയോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ബെറ്ററാണ്. പക്ഷേ ഈ മേജർ അറ്റാക്ക് ST എലിവേഷൻ MIയിൽ അതിനുള്ള സാവകാശമില്ല. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ആ മസിലിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രഥമ ലക്ഷ്യം. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.